കർത്താവിന് മഹത്വം. നമുക്ക് ഒരുമിച്ച് ആരാധനയെ സംബന്ധിക്കുമ്പോൾ ദൈവവചന ശുശ്രൂഷകൾ ഏറ്റവും പ്രസക്തമാണല്ലോ. അല്പസമയത്തെ ദൈവവചന ചിന്തയ്ക്ക് വേണ്ടി ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 12-ാം അധ്യായം അതിൻ്റെ 11-ാം വാക്യത്തിലേക്ക് കൊണ്ടുവരുന്നു. ദയവായിട്ട് ആരെങ്കിലും ഒന്ന് വായിക്കണേ. അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 12-ാം അധ്യായം അതിൻ്റെ 11-ാം വാക്യം. പത്രോസിന് സുബോധം വന്നിട്ട് കർത്താവ് തന്റെ ദൂതനെ അയച്ച് ഹെരോദാവിന്റെ കയ്യിൽ നിന്നും യഹൂദ ജനത്തിന്റെ സകല പ്രതീക്ഷയിൽ നിന്നും എന്നെ വിടുവിച്ചു എന്ന് ഞാൻ ഇപ്പോൾ വാസ്തവമായി അറിയുന്നു എന്ന് അവൻ പറഞ്ഞു. നമുക്ക് സുപരിചിതമായിട്ടുള്ള വേദഭാഗം യേശുവിൻ്റെ സ്വർഗാരോഹണം കഴിഞ്ഞിട്ട് ഒരു വർഷക്കാലം കഴിഞ്ഞപ്പോൾ നടന്നിട്ടുള്ള ഒരു ചരിത്ര സംഭവത്തെയാണ് ഇന്ന് പകലിൽ ദൈവസഭയോട് വിളിച്ചറിയിക്കുവാൻ പരിശുദ്ധാത്മാവ് എനിക്ക് പ്രേരണ തന്നിട്ടുള്ളത്. We're very familiar with this passage. This happened exactly 1 year after Jesus ascended to the heavens, and we are going to meditate from that today morning. ഇതിൻ്റെ ആ സാഹചര്യത്തെക്കുറിച്ച് നാം മനസ്സിലാക്കുമ്പോൾ യാക്കോബിനെ അവർ കൊന്നു, പത്രോസിനെ പിടിച്ച് തടവിലാക്കിയിരിക്കുന്ന ഒരു സാഹചര്യത്തെക്കുറിച്ചാണ് കാണാനായിട്ട് സാധിക്കുന്നത്. The circumstance is James is killed, Peter is in prison. That's the circumstance over here. പക്ഷേ സഭ പത്രോസിന് വേണ്ടി പ്രാർത്ഥിപ്പാനായിട്ട് ഇടയായി തീർന്നു. But the church was praying for Peter. പ്രാർത്ഥനയ്ക്കൊരു ശക്തിയുണ്ട്. Prayer has a power. ആ ശക്തിയാൽ പത്രോസിനെ കാരാഗൃഹത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാനായിട്ട് ഇടയായി തീർന്നു. That power is what brought Peter out from the prison. വേദപുസ്തകത്തിന്റെ ആരംഭം മുതൽ അവസാനം വരെ നാം നോക്കിയാൽ, if we look from the beginning to the end of the word of God, ദൈവദാസന്മാർ പ്രാർത്ഥനയുടെ ശക്തിയാൽ അത്ഭുതങ്ങളെ കാണുവാൻ ഇടയായി. men of God have done wonders by the power of prayer. അബ്രഹാം പ്രാർത്ഥിച്ചു, തലമുറയെ ദൈവം അവന് നൽകുവാനായിട്ട് ഇടയായി തീർന്നു. Abraham prayed and he got children. ഇസഹാക്ക് പ്രാർത്ഥിച്ചു, ദൈവം മൂടപ്പെട്ടിരുന്ന ആ ജലത്തെ അവന് കിണറിൽ നിന്ന് നൽകുവാനായിട്ട് ഇടയായി തീർന്നു. Isaac prayed and God brought forth water from a well that was underneath. യോശുവ പ്രാർത്ഥിച്ചു, തടസ്സമായി നിന്ന യെരിഹോ കോട്ടകൾ തകരുവാനായിട്ട് ഇടയായി തീർന്നു. When Joshua prayed, we can see that the walls of Jericho went down. ഏലിയാവ് പ്രാർത്ഥിച്ചു, ആകാശത്തിന്റെ കിളിവാതിലുകൾ തുറന്ന് മഴ പെയ്യുവാനായിട്ട് ഇടയായി തീർന്നു. When Elijah prayed, the doors of the heavens were opened and rain came forth. എലീശ പ്രാർത്ഥിച്ചു, മരിച്ചവനെ ഉയർക്കുവാൻ ഇടയായി തീർന്നു. Elisha prayed and the dead man was risen up. നാം ചരിത്രം ഇങ്ങനെ പഠിച്ചു വരുമ്പോൾ അവസാന ഘട്ടത്തിലേക്ക് നാം വരുമ്പോൾ സഭ പ്രാർത്ഥിച്ചു പത്രോസിനെ പുറത്തു കൊണ്ടുവരുവാനായിട്ട് ഇടയായി. When we read and study through history, we can see that towards the end the church prayed and Peter came out of prison. നമുക്ക് ആത്മാവിൽ ഇങ്ങനെ പറയാനായിട്ട് സാധിക്കും. ഇന്ന് പകലിൽ പല വിഷയങ്ങളുടെ നടുവിൽ ഞാൻ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ, സഭ ശ്രദ്ധയോട് പ്രാർത്ഥിക്കുമ്പോൾ, വ്യക്തിപരമായ പ്രാർത്ഥനയാകട്ടെ, ദൈവജനത്തിന്റെ പ്രാർത്ഥനയാകട്ടെ, സഭയുടെ പ്രാർത്ഥനയാകട്ടെ, വിഷയം ഏതുമാകട്ടെ, തകർച്ചകൾ ഏതുമാകട്ടെ, അതിന്റെ നടുവിൽ യേശുവിനെ നിന്നെ പുറത്തു കൊണ്ടുവരുവാനായിട്ട് സാധിക്കും. With all these examples in front of us, confidently we can say today morning that the earnest prayer of the church can work miracles in our lives. വായിച്ച ഭാഗവുമായി ചേർത്ത് ചിന്തിക്കുമ്പോൾ, തടവിലാക്കപ്പെട്ടവൻ, കൈകാലുകൾ ബന്ധിക്കപ്പെട്ടവൻ, തടവുകാർ കാവൽക്കാരായി നിൽക്കുന്നവൻ, ഇരിക്കുന്ന സ്ഥലവും കൈയുടെ ശാരീരികാവസ്ഥയും അവനെ ഒന്നിനും തടസ്സമാക്കിയില്ല. ആ പ്രാർത്ഥനയുടെ ശക്തിയാൽ അവനെ പുറത്തു കൊണ്ടുവരുവാനായിട്ട് ഇടയായി തീർന്നു. We can see that he was in prison, he was in chains, he was guarded, but it didn't matter. Prayer has its power to bring him out. പ്രാർത്ഥിക്കുന്നവരുള്ളപ്പോൾ, പ്രാർത്ഥിക്കുന്ന ദൈവജനമുള്ളിടത്ത് ഒരുവനെയും ഒരു പിശാചിനും ഒരു പരിധിക്കപ്പുറം ബന്ധിച്ചു വെക്കുവാനായിട്ട് ഇടയാകത്തില്ല. Devil can't try and bond you in a place where there are people who pray. കാരാഗ്രഹം തടസ്സമല്ല, കാവൽക്കാർ തടസ്സമല്ല, അവന് ബന്ധിക്കപ്പെട്ട അവസ്ഥ തടസ്സമല്ല, നാളെയെക്കുറിച്ചുള്ള ഭയപ്പാടുകൾ തടസ്സമല്ല. പുറത്തു കൊണ്ടിരുന്ന അവന്റെ മേൽ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തിയാ വലുത്. I mean, it doesn't matter the prison, doesn't matter the chains, doesn't matter the guard. It's the power of the Holy Spirit that's going to bring him out. ആ സാഹചര്യത്തെ നാം ചേർത്ത് ചിന്തിച്ചു നോക്കിക്കേ. ഹെരോദാവ് അധികാരമുള്ളവൻ, അവൻ രാജാധികാരത്തിൽ ഇരിക്കുമ്പോൾ വാക്കുകൊണ്ട് സകലത്തിനെയും ഉത്തരവുകൾ കൊണ്ട് നടത്തുവാൻ കഴിവുള്ളവൻ ഒരു ഭാഗത്ത് എതിരായി നിൽക്കുമ്പോൾ, ഒരു സഭ അവന് വേണ്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ അവർ പ്രാർത്ഥിക്കുന്ന ശബ്ദം ഒരു പക്ഷേ ഹെരോദാവിന് കേൾക്കത്തില്ല, പ്രാർത്ഥിക്കുന്ന ശബ്ദം ഒരു പക്ഷേ പത്രോസിന് കേൾക്കത്തില്ല, പക്ഷേ അവരുടെ പ്രാർത്ഥന ഉയരത്തിൽ സ്വർഗം കേൾപ്പാനായിട്ട് ഇടയായി തീർന്നു. We can see that Herod, when he is in authority, he is a man of authority, he has bonded Peter, but the church prayed, their sounds were not heard by Herod or Peter, but God worked his miracle. ഇന്ന് പകല് ഞാൻ നിങ്ങൾ ചിന്തിക്കുന്ന ഒരു ചോദ്യമുണ്ട്. കർത്താവേ, എൻ്റെ പ്രാർത്ഥന ആരും കേൾക്കുന്നില്ലല്ലോ, ഞാൻ കരയുന്ന കരച്ചിൽ ആരും കാണുന്നില്ലല്ലോ, എൻ്റെ സങ്കടയാചനകൾ ആരും കേൾക്കുന്നില്ലല്ലോ, എൻ്റെ ജീവിതത്തിൻ്റെ സാഹചര്യം ഒരു പക്ഷേ മാറുന്നില്ലല്ലോ എന്ന് ഒരു പക്ഷേ ഞാൻ നിങ്ങൾ ചിന്തിക്കുന്നെങ്കിൽ, എൻ്റെ സങ്കടങ്ങളെ അറിയുന്ന ഒരുവൻ ഉയരത്തിലുണ്ട്, എൻ്റെ പ്രാർത്ഥനയുടെ ശബ്ദം കേൾക്കുന്നവൻ ഉയരത്തിലുണ്ട്, ഉയരത്തിലുള്ളവൻ എൻ്റെ
പ്രാർത്ഥന കേൾക്കുമ്പോൾ തടസ്സമായി നിൽക്കുന്ന പൈശാചിക മണ്ഡലത്തിൽ നിന്ന് എന്നെ പുറത്തു കൊണ്ടുവരുവാൻ എൻ്റെ പ്രാർത്ഥനയ്ക്ക് കഴിയുമെന്ന് ഇന്ന് പകൽ ദൈവജനം ആത്മാവിൽ വിശ്വസിക്കണം. Children of God, you need to believe. If you're thinking that God, you're not hearing my prayers and supplication, you're not seeing my tears, you need to believe that there is a God in heaven who വായിച്ച hears your ഭാഗവുമായി prayer. ചേർന്ന് നാം ചിന്തിച്ചു വരുമ്പോൾ അവിടെ പറയുന്നു, യഹൂദ ജനത്തിന്റെ സകല പ്രതീക്ഷയിൽ നിന്നും ദൈവം അവനെ വിടുവിപ്പാനായിട്ട് We can see ഇടയായി. that God brought him out against whatever the Jews had planned for him. യഹൂദ ജനത്തിന്റെ പ്രതീക്ഷ എന്താണ്? You know what was the plans of the Jews? അവരവിടെ പെസഹ പെരുന്നാൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവർ യാക്കോബിനെ കൊല്ലുവാനായിട്ട് ഇടയായി തീർന്നു. When the feast was happening, they were planning to kill. They killed James. അടുത്ത ദിവസത്തിലേക്ക് അവർ പത്രോസിന്റെ നമ്പർ വെച്ചിട്ട് പത്രോസിനെ കൊല്ലുവാനുള്ള പ്രേരണയിൽ അവരെ നിൽക്കുമ്പോൾ അവൻ കാരാഗ്രഹത്തിലാക്കി കഴിഞ്ഞപ്പോൾ അവരുടെ പ്രതീക്ഷ ഇനി ഒരു ക്രിസ്ത്യാനിത്വം വളരരുത്. The next plan that they had was imprison Peter, kill him the next day so that Christianity won't grow anymore. എന്നോടുള്ള ദൈവത്തിൻ്റെ വാഗ്ദത്തം നിലനിൽക്കുന്നിടത്തോളം കാലം, എന്നോടുള്ള ശുശ്രൂഷ നിലനിൽക്കുന്നിടത്തോളം കാലം, എന്നോടുള്ള ദൈവത്തിൻ്റെ ആലോചനകൾ പൂർത്തിയാകുന്നിടത്തോളം കാലം എന്നെ ഒരു ശത്രുവിനെ നശിപ്പിക്കാൻ പറ്റത്തില്ലെന്ന് ഈ ഭാഗം നമ്മളെ വിളിച്ചറിയിക്കുന്നു. This portion tells us very clearly that as long as I have the promise from the Lord, as long as I have a ministry, the devil cannot touch me. ഇന്ന് പകലിൽ എത്ര പേർക്ക് ആഴമായിട്ട് അത് വിശ്വസിക്കാനായിട്ട് സാധിക്കും? Many of you can നിങ്ങളോടുള്ള believe that. ദൈവത്തിൻ്റെ ആലോചനകൾ, നിങ്ങളോടുള്ള ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ, നിങ്ങളുടെ തലമുറയോടുള്ള ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ, ഈ ആരാധന ആലയത്തിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുവന്നപ്പോൾ പ്രാർത്ഥിച്ചിട്ട് വന്ന ചില വിഷയങ്ങൾ, പ്രാർത്ഥനയോടെ ആയിരിക്കുന്ന ചില വിഷയങ്ങൾ, നാളെയുടെ ദിവസത്തെക്കുറിച്ച് ചഞ്ചലപ്പെട്ടുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ, എന്താകുമെന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ, ഒരു മറുപടിയും മുന്നേ കാണുന്നില്ലെങ്കിലും അതിനുവേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വിഷയം നിങ്ങളുടെ മുന്നിലുണ്ടെങ്കിൽ ആത്മാവ് ദൈവജനത്തോട് വിളിച്ചു പറയുന്നു, എടുത്തു മാറ്റുന്നത് പോലെ, പുറത്തു കൊണ്ടിരുന്ന പോലെ നമുക്കെതിരെ നിൽക്കുന്നവരുടെ പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായി, നമുക്കെതിരെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്ക് വിരുദ്ധമായി ദൈവത്തിന്റെ ഉയരത്തിൽ നിന്നൊരു കരം നമുക്ക് അനുകൂലമാകുമെന്ന് ആത്മാവി ദൈവജനത്തോട് ഞാൻ വിളിച്ചു പറയുന്നു. I call out and I tell in the spirit that God will move hindrances in lives, so people who want to see that happen in your lives, God will move all that from your lives. ഞാൻ ഒരു കാര്യം അവിടെ വായിച്ചപ്പോൾ എന്നെ മനസ്സിലാക്കി, വേഗത്തിൽ ചിന്തിച്ചൊരു കാര്യമാണ്. 4 വിധത്തിലാണ് പത്രോസിനെ അവർ ബന്ധിക്കപ്പെട്ടിരിക്കുന്നത്. 1 ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ടവൻ, 2 കാരാഗ്രഹത്തിനകത്ത് അകപ്പെട്ടവൻ, 3 കാവൽക്കാർ ചുറ്റും നിൽക്കുന്നവൻ, അവൻ്റെ ചുറ്റും കാരാഗ്രഹത്തിന് വിവിധ തരത്തിലുള്ള ഗേറ്റുകൾ വെച്ചിട്ട് ഒരു രീതിയിലും പുറത്തെഴുതുവാൻ കഴിയാതെ വണ്ണം അവനെ ബന്ധിക്കപ്പെട്ട ഒരവസ്ഥ. ഒന്ന് മാറി ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾ ഞാനും നിങ്ങൾ പോകുമ്പോൾ പ്രാർത്ഥനയുടെ ശക്തി എവിടെ, പ്രാർത്ഥനയ്ക്ക് കഴിവുണ്ടോ, പ്രാർത്ഥിച്ചാൽ മാറുമോ എന്ന് ഇന്ന് പകൽ ചോദിക്കുന്നെങ്കിൽ അവരോട് ആത്മാവിൽ എനിക്ക് വിളിച്ചു പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്, പത്രോസിന് സുബോധം വന്നിട്ട് അവനെ പുറത്തു കൊണ്ടുവന്ന ദൂതന്റെ സാന്നിധ്യത്തെ ഈ പകലിൽ ആരാധന മധ്യത്തിൽ എത്ര പേർക്ക് അനുഭവിച്ചറിയാനായിട്ട് സാധിക്കും? There were 4 kinds of bondages that Peter had. He had guards around him, he was in chains, he had a prison around him, but still the power of prayer worked in his life. പിശാച് 4 വിധത്തിൽ അവനെ ബന്ധിച്ചു വെച്ചെങ്കിൽ 4 kinds of bondages. Amen. അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്ന 4 വിധത്തിൽ ദൈവം അവനെ വിടുവിപ്പാനായിട്ട് ഇടയായി God തീർന്നു. delivered him in 4 ways. വേഗത്തിൽ ഞാനൊന്ന് കടന്നു വരട്ടെ. അതിന്റെ 5-ാം വാക്യത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയൊന്ന് വായിക്കാം. അതിന്റെ 5-ാം വാക്യം, ഇങ്ങനെ പത്രോസിനെ തടവിൽ സൂക്ഷിച്ചു വരുമ്പോൾ സഭ ശ്രദ്ധയോടെ അവന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥന കഴിച്ചു പോന്നു. ഹെരോദാവ് അവനെ ജനത്തിന്റെ മുമ്പിൽ നിർത്തുവാൻ ഭാവിച്ചതിന്റെ അവിടെ പറയുന്നത് prayer can energize your heart. നിന്റെ ഹൃദയത്തെ ശക്തിപ്പെടുത്തുവാൻ പരിശുദ്ധാത്മാവിന് സാധിക്കും. വിശ്വസിക്കാൻ പറ്റുമോ? Can you believe that your heart can be strengthened by prayer? ഇന്ന് പകലിൽ നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടും മറുപടിയില്ല, ആരും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ല, ആരും നിങ്ങൾക്ക് സഹായിക്കാനില്ല. പക്ഷെ നിങ്ങൾ അറിയാതെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നൊരു പ്രാർത്ഥന വലയമുണ്ട്. അതൊരു പക്ഷേ സഭയാകാം, നിങ്ങളുടെ മാതാപിതാക്കളാകാം, നിങ്ങളുടെ കുടുംബമാകാം, നിങ്ങളുടെ കുഞ്ഞുങ്ങളാകാം. നിങ്ങൾ അറിയാതെ നിങ്ങൾക്ക് വേണ്ടി മുട്ടിപ്പായി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുടെ ശബ്ദം ഉയരത്തി ചെല്ലുമ്പോൾ തകർന്നിരിക്കുന്ന, തളർന്നിരിക്കുന്ന, കാരാഗ്രഹത്തിൽ കിടക്കുന്ന, ആരും സഹായത്തിനില്ലാതിരിക്കുന്ന കൂട്ടത്തിൽ നിൽക്കുന്നവർ, പഴി പറയുന്നവൻ, തടവ് പുള്ളിയെന്ന് പേര് കേട്ടവൻ, നിന്ദിതൻ, അഭിമാനിതൻ, എല്ലാ രീതിയിലും തകർച്ച അനുഭവിക്കുന്നവൻ്റെ മേൽ ഒരു ഹൃദയത്തിൽ തണുപ്പ് കൊടുത്ത് ഉറങ്ങുവാൻ പറ്റുന്നുണ്ടെങ്കിൽ അതാ പ്രാർത്ഥനയുടെ ശക്തി എന്ന് പറയുന്നത്. Dear children, the power of prayer is that sometimes you might feel like nobody is praying for me, but there are unknown prayers that are reaching the heavens for you, and that the power of that prayer can give you calm in the presence of your life. അൺസർട്ടനിറ്റിയുടെ നടുവിൽ, എക്സ്ട്രീം ഡേഞ്ചറിനകത്ത് നിൽക്കുമ്പോൾ, ഒരു സമാധാനം അനുഭവിക്കുവാൻ സാധ്യതയില്ലാതിരിക്കുമ്പോൾ, തകർന്ന മനസ്സുമായി, തകർന്ന ഹൃദയവുമായി ദൈവത്തെ വിളിച്ചത് എന്തിനാണെന്ന് ചോദ്യചിഹ്നമായി നിൽക്കുമ്പോൾ, ഇറങ്ങിത്തിരിച്ചത് നഷ്ടമായി പോയല്ലോ എന്ന് ഉള്ളിനകത്ത് വിലപിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഒരു പക്ഷെ ഞാൻ നിങ്ങൾ കടന്നു പോകുന്നെങ്കിൽ ആത്മാവ് നിങ്ങളോട് വിളിച്ചു പറയുന്നു, ഇന്നത്തെ സന്ദേശത്തിന് നിങ്ങളുടെ ഹൃദയത്തെ ഉറപ്പിക്കാനായിട്ട് സാധിക്കും. If you're going through a circumstance where you're hopeless and you're wondering what's going on and you're doubting yourself, this message should strengthen you today morning.
ഒരു കാര്യം എന്നെ ധൈര്യപ്പെടുത്തിയത് എന്തെന്നറിയാമോ? പത്രോസേ, നീ എന്താ ഉറങ്ങുന്നതെന്ന് ചോദിച്ചാൽ അവന് വിളിച്ചു പറയാനായിട്ട് സാധിക്കും. യോഹന്നാൻ്റെ സുവിശേഷം 21-ാം അധ്യായം അതിൻ്റെ 18-ാം വാക്യത്തിനകത്ത് പറയുന്നു, നീ ബാല്യക്കാരനായിരിക്കുമ്പോൾ നിനക്ക് ഇഷ്ടമുള്ളിടത്തേക്ക് കടന്നു പോകാം, എന്നാൽ നിനക്ക് വയസ്സായ ശേഷമോ ഒരുവൻ നിന്നെ വേറൊരു തലത്തിലേക്ക് കൊണ്ടുവരും. വാക്തത്വം പ്രാപിച്ചവൻ ഉറങ്ങുവാനായിട്ട് സാധിക്കും. പ്രാർത്ഥനയുടെ ശക്തി ഉണ്ടെങ്കിൽ, നിന്റെ മേലൊരു വാക്തത്വം ഉണ്ടെങ്കിൽ, ദൈവത്തിൻ്റെ ശബ്ദം നീ കേട്ടിട്ടുള്ളതാണെങ്കിൽ, കഴിഞ്ഞ നാളുകളിൽ പുറകോട്ട് ചിന്തിച്ച് നോക്കിയാൽ, ദൈവം നടത്തിയ വിധങ്ങളെ ഓർത്ത് കഴിഞ്ഞാൽ, ദൈവത്തിൻ്റെ കരുതലിനെ ഓർത്ത് കഴിഞ്ഞാൽ, ദൈവം നടത്തിയ, ദൈവത്തോടൊപ്പം അനുഭവിച്ചിട്ടുള്ള ദൈവ സാന്നിധ്യത്തെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഉറങ്ങാനായിട്ട് സാധിക്കും. എൻ്റെ ഹൃദയം തകരത്തില്ല, വേദന എന്നെ തളർത്തിക്കളയത്തില്ല, തകർച്ച എന്നെ നശിപ്പിക്കത്തില്ലെന്ന് ഇന്ന് പകൽ ആത്മാവിൽ എത്ര പേർക്ക് വിശ്വസിക്കാനായിട്ട് സാധിക്കും? I mean, if you ask Peter, how can you sleep so calmly, O Peter? But here there's a promise in John 21:18 that says, truly, truly, I say to you, when you were young, you used to dress yourself and walk wherever you wanted. But when you're old, you will stretch out your hands and another will dress you and carry you where you do not want to go. As long as he has this promise in his life, he can sleep peacefully. നോക്കിക്കേ, വെല്ലുവിളികളുടെ നടുവിൽ വാതിലുകൾ അടയപ്പെട്ടവൻ, കൈകാലുകൾ ബന്ധിക്കപ്പെട്ടവൻ, നാളെയുടെ ദിവസങ്ങൾ സ്വസ്ഥത അനുഭവിക്കാൻ സാധ്യതയില്ലാത്തവൻ, മരണം മുഴങ്ങിയിരിക്കുന്ന മരണ വെല്ലുവിളിയുടെ മുന്നിൽ ഒരുവൻ ഉറങ്ങുവാൻ കഴിയുമെങ്കിൽ പ്രാർത്ഥനയുടെ ശക്തി എത്ര വലുതാണെന്ന് ഞാൻ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകലെ ദൈവജനമേ, നിന്റെ മുന്നിൽ നിൽക്കുന്ന മരണത്തിൻ്റെ വെല്ലുവിളികളാകാം, നിന്റെ ശരീരത്തെ തളർത്തിരിക്കുന്ന രോഗബന്ധനമാകാം, നിന്റെ ജീവിതത്തെ മുന്നോട്ട് പോകുവാൻ സാധ്യതയില്ലെന്ന് വിധി എഴുതി വെച്ചിരിക്കുന്ന പിശാചിൻ്റെ ഓർഡറുകളാകാം. പക്ഷേ അതിൻ്റെ നടുവിൽ നിന്നുകൊണ്ട് ആത്മാവിൽ നിന്ന് ഹൃദയത്തിൽ ഉറപ്പിച്ചുകൊണ്ട് പറയണം, വിശ്വാസത്തിൽ ഞാൻ നിലനിൽക്കുമ്പോൾ, വാഗ്ദത്തത്തിൽ ഞാൻ ഉറയ്ക്കുമ്പോൾ, എന്നോടുള്ള ദൈവശബ്ദത്തിൽ ഞാൻ നിലനിൽക്കുമ്പോൾ, ആ ശബ്ദത്തിന്റെ മുന്നിൽ ഞാൻ എന്നെ സമർപ്പിക്കുമ്പോൾ, എനിക്ക് വേണ്ടി ആളുകൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ, ഈ കാരാഗ്രഹം എന്നെ തകർത്ത് കളയത്തില്ല. നാളെ എൻ്റെ മരണമാണെന്ന് വിധിയെഴുത്ത് എന്നെ തകർക്കത്തില്ല. നാളെയുടെ ദിവസങ്ങളിൽ എനിക്ക് വേണ്ടി ഒരു പുതുവഴികളെ തുറന്നിട്ട് ഒരു ദൂതന്റെ സാന്നിധ്യത്തിൽ എന്നെ പുറത്തു കൊണ്ടുവരുവാൻ ആത്മാവിന് കഴിയുമെന്ന് എത്ര പേർക്ക് വിശ്വസിപ്പാനായിട്ട് ഇടയായി തീരും? Even in the midst of doubts and challenges in prison, if you ask Peter, how can you sleep so peacefully? He can tell you, I strongly believe that there are prayers for me and those prayers will not keep me in this prison for long. പത്രോസേ, നീ എന്താ ഈ ഉറങ്ങുന്നത്? ഞാൻ വിശ്വസിക്കുന്നവൻ, ആ ശബ്ദം കേട്ട് ഇറങ്ങിത്തിരിച്ചവൻ അവൻ എൻ്റെ ഉപനിധിയാണ്. അവൻ്റെ വാക്ക് കേട്ടിട്ട് ഞാൻ വെള്ളത്തിന് മേൽ ഇറങ്ങിത്തിരുന്നപ്പോൾ ആ വെള്ളത്തിൻ്റെ ചുറ്റുപാടുകളെ ഞാൻ നോക്കി മുങ്ങിപ്പോകേണ്ടതായിരുന്നു. പക്ഷേ അവൻ എനിക്ക് വേണ്ടി കരം നീട്ടി. ദൈവം എനിക്ക് വേണ്ടി കരം നീട്ടിയിട്ടുണ്ടെങ്കിൽ, ദൈവത്തിൻ്റെ സാന്നിധ്യം ഞാൻ ഒരു പ്രാവശ്യം അനുഭവിച്ചറിഞ്ഞതാണെങ്കിൽ, എനിക്ക് എൻ്റെ മുന്നിൽ എന്ത് പ്രശ്നം വന്നാലും, എന്ത് പ്രതികൂലം വന്നാലും എൻ്റെ ഹൃദയം ഉരുകി പോകത്തില്ല, എൻ്റെ ഹൃദയം തകർന്നു പോകത്തില്ല. മറ്റുള്ളവരെ പോലെ ഞാൻ എല്ലാ ദിവസത്തിലും പരാജയമാണെന്ന് ചിന്തിക്കത്തില്ല. എൻ്റെ മുന്നിൽ വിജയത്തെ ഒരുക്കുവാൻ കരം നീട്ടിയ ഒരുവൻ എനിക്ക് വേണ്ടി മുൻപിലുണ്ടെന്ന് ആ ചിന്ത ഇന്ന് പകൽ നമ്മളിലേക്ക് കടന്നു വരട്ടെ. Another reason, if you ask Peter, how can you sleep so peacefully, he'll say that I heard his voice and I placed my feet on the water, but when I was sinking, he stretched out his hand and lifted me up. And with that belief, I can strongly and firmly say I can sleep peacefully. നമ്മൾ സ്വാഭാവിക ചിന്തയ്ക്കകത്ത് എപ്പോഴാണ് നമ്മുടെ ഹൃദയം തകർന്നു പോകുന്നത്? എന്നെ കൊണ്ട് പറ്റില്ല, ഞാൻ ഇതിനെ ഓവർകം ചെയ്യാനായിട്ട് സാധിക്കത്തില്ല, ഈ സാഹചര്യം എൻ്റെ മുന്നേ നിന്നും മാറത്തില്ല, എൻ്റെ കഴിവുകളെല്ലാം അസ്ഥാനത്താണെന്ന് ചിന്തിക്കുമ്പോഴാണ് ഒരുപക്ഷെ ഞാനും നിങ്ങൾ ഹൃദയത്തിൽ തകർച്ച അനുഭവിക്കുന്നത്. പത്രോസേ, നീ എന്താ അത് അനുഭവിക്കാത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വെള്ളത്തിൽ കരം നീട്ടിയവൻ്റെ സാന്നിധ്യം എനിക്കറിയാം. അവൻ അപ്പം 5000 പേർക്ക് കൊടുത്തവൻ്റെ സാന്നിധ്യം എനിക്കറിയാം. അവൻ കരം നീട്ടിയപ്പോൾ അമ്മായിമ്മയുടെ ജ്വരം മാറിയത് എനിക്കറിയാം. കണ്ടനുഭവിച്ചറിഞ്ഞൊരു കർത്താവിൻ്റെ സ്നേഹം, കണ്ടനുഭവിച്ചറിഞ്ഞ കർത്താവിൻ്റെ ശക്തി, അതെൻ്റെ ജീവിതത്തിൽ നിഴലിടുന്നിടത്തോളം കാലം എൻ്റെ മുന്നിലുള്ള ഒരു കാരാഗ്രഹം എന്നെ തകർത്ത് കളയത്തില്ലെന്ന് ബോധ്യമാണ് അവൻ്റെ ഹൃദയത്തിൽ ധൈര്യം നൽകിയതെങ്കിൽ, ദൈവജനമേ, കഴിഞ്ഞൊരു കാർഷകൻ നമ്മൾ പുറകോട്ട് ചിന്തിച്ച് നോക്കിയാൽ, 3 വർഷം പുറകോട്ട് ചിന്തിച്ച് നോക്കിയാൽ, 5 വർഷം പുറകോട്ട് ചിന്തിച്ച് നോക്കിയാൽ, ദൈവം എത്ര വിശ്വസ്തനാണെന്ന് ചിന്തിക്കുമ്പോഴാണ് എൻ്റെ ഹൃദയത്തിനകത്ത് ധൈര്യം കടന്നു വരുന്നത്. Another reason, if we ask Peter, how can you be so calm and be confident, so bold? Peter will say, I've seen miracles done by my Lord. I've seen people feed from 5 bread and 2 loaves of fish. I can see people, my mother-in-law was healed by his grace. I can see me stretched out from the water, even in my unbelief and my unfaithfulness. But we can see Peter has been testimony to all of those, and that's why his confidence and boldness is that he will not be kept in prison for long. രണ്ടാമത്തെ ചിന്തയിലേക്ക് ഞാൻ വേഗത്തിൽ കടന്നു വരട്ടെ. അതിൻ്റെ 7-ാം വാക്യം ഒന്ന് വായിക്കാമോ? 7-ാം വാക്യം. പെട്ടെന്ന് കർത്താവിന്റെ ദൂതൻ അവിടെ പ്രത്യക്ഷനായി, അതയിൽ ഒരു വെളിച്ചം പ്രകാശിച്ചു. അവൻ പത്രോസിനെ വിലാപ്പുറത്ത് തട്ടി, വേഗം എഴുന്നേൽക്ക എന്ന് പറഞ്ഞ് അവനെ ഉണർത്തി. ഉടനെ അവന്റെ ചെങ്ങല കൈമേൽ നിന്ന് വീണുപോയി. നോക്കിയേ, prayer can make miracles. നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ സൃഷ്ടിക്കാൻ പ്രാർത്ഥനയ്ക്ക് പറ്റുമെന്ന് എത്ര പേര് വിശ്വസിക്കുന്നു? How many of you believe that prayer can do miracles in your life? ആ ഭാഗം വായിച്ചപ്പം
എൻ്റെ ജീവിതത്തോട് ചേർന്ന് ചിന്തിപ്പാനായിട്ട് ഇടയായി I തീർന്നു. meditated this in relation to my life here, this passage. when I read. 2003 എനിക്കൊരു വലിയ ആക്സിഡന്റ് നേരിടുവാനായിട്ട് I ഇടയായി had an തീർന്നു. accident in 2003. നിങ്ങൾ എൻ്റെ ഈ കരം ഇവിടം മുതൽ ഇവിടം വരെ എൻ്റെ അസ്ഥികൾ പൊടിഞ്ഞിട്ട്, അസ്ഥികൾ പൊടിയാറുണ്ട്, പക്ഷേ ഇത് പൊടിഞ്ഞിട്ട് അതൊരിക്കലും ഷേപ്പ് ചെയ്ത് അത് ഫിക്സ് ചെയ്യാൻ കഴിയാത്ത നിലയിൽ എൻ്റെ ഈ കരം ഒടിഞ്ഞു പോകാനായിട്ട് ഇടയായി My തീർന്നു. hands, the bones of my hands and the left hand was shattered in a way that it couldn't be fixed again. എൻ്റെ കാൽ 6 കഷ്ണമായിട്ട് മുറിഞ്ഞു, അസ്ഥികൾ പുറത്തേക്ക് വരുവാനായിട്ട് ഇടയായി My തീർന്നു. legs were split in 6 places and my bones were out. എൻ്റെ കണ്ണ് പുറത്തേക്ക് തള്ളി, കണ്ണ് പുറത്തേക്ക് ഇറങ്ങി വരുവാനായിട്ട് My ഇടയായി തീർന്നു. eyes were, it came എൻ്റെ out. ഈ സൈഡിൽ മുതലുള്ള ദശകൾ മൊത്തം കാർന്ന് തീരും, താഴോട്ട് പോകുവാനായിട്ട് ഇടയായി The തീർന്നു. muscles and tissues of the right side of my face was എൻ്റെ fallen ഈ down. 2 ദശകൾ പൊട്ടി, താടിയെല്ല് പൊട്ടി, എൻ്റെ ദശകളെല്ലാം പുറത്തേക്ക് വരുവാനായിട്ട് ഇടയായി My തീർന്നു. jawbone and my tissues all came out. എൻ്റെ 9 പല്ലുകൾ എനിക്ക് നഷ്ടപ്പെടുവാനായിട്ട് I ഇടയായി തീർന്നു. lost 9 of my teeth. പക്ഷെ പ്രാർത്ഥിക്കുന്ന ഒരു സഭ എനിക്ക് വേണ്ടി ഉണ്ടായിരുന്നു. I had a church that prayed for me. പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം എനിക്ക് വേണ്ടി I had a group ഉണ്ടായിരുന്നു. that prayed for me. എൻ്റെ മാതാപിതാക്കൾ പ്രാർത്ഥിപ്പാനായിട്ട് My ഇടയായി parents തീർന്നു. prayed for me. 22 വർഷത്തിന് ശേഷവും Amen. ഇന്ന് പകലിൽ നിന്നുകൊണ്ട് കർത്താവ് എന്നെ വിടുവിച്ച Oh, വിധത്തെക്കുറിച്ച് Jesus. പറയുമ്പോൾ Hallelujah. പ്രാർത്ഥന Hallelujah. എൻ്റെ അനുഭവമാണ്, Amen. പ്രാർത്ഥന നിങ്ങളുടെ Jesus. അനുഭവമാണ്. Hallelujah. പ്രാർത്ഥനയാൽ അത്ഭുതങ്ങളെ നടക്കാൻ പറ്റും. Amen. ആരോഗ്യമുള്ളവർ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടപ്പോൾ സൗഖ്യമില്ലാതെ പല ഘട്ടങ്ങളിൽ കൂടി ഞാൻ നിങ്ങൾ കടന്നുപോയിട്ടും Hallelujah. ഇന്ന് പകലിൽ ആരാധനയ്ക്ക് കടന്നു വരുവാൻ ദൈവം കൃപ ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രാർത്ഥന എൻ്റെ ജീവിതത്തിന്റെ അനുഭവമാണെന്ന് എത്ര പേർക്ക് വിളിച്ചറിയിക്കാനായിട്ട് I സാധിക്കും? can say that prayer is my experience because 22 years later I'm standing in front of you and preaching അതിന്റെ God's word. ശക്തി എനിക്ക് കാണാൻ പറ്റത്തില്ലെങ്കിലും I അനുഭവിച്ചറിയാനായിട്ട് സാധിക്കും. experienced the power of it even though I couldn't see it in my eyes. അതെന്റെ എക്സ്പീരിയൻസ് ആണ്, എൻ്റെ ടെസ്റ്റിമണി ആണ്, നാളെയുടെ ദിവസങ്ങളിൽ മുന്നോട്ട് പോകുവാനുള്ള പ്രചോദനമാണത്. That is my encouragement for tomorrow's journey. അവിടെ നോക്കിക്കേ, ആ വായിച്ച ഭാഗത്തിനകത്ത് 4 കാര്യങ്ങൾ കാണാനായിട്ട് I see സാധിക്കും. 4 things here in this passage. ഒന്ന്, അറയിൽ വെളിച്ചമുദിക്കുവാനായിട്ട് The light ഇടയായിത്തീരുന്നു. in that room. അതെന്താ അറയിൽ വെളിച്ചമുദിക്കുവാനായിട്ട് ഇടയായിത്തീരുന്നു? What is the light? കാരാഗ്രഹത്തിനകത്ത് ഇരുളടഞ്ഞ ഒരു ഇരുളിന്റെ മുറിക്കകത്ത് Because it's- കണ്ണുകൾ മങ്ങിയവൻ, ഉറങ്ങിയവൻ, അവനൊരു വെളിച്ചമുദിക്കണമെങ്കിൽ അവനോടുള്ള ദൈവത്തിന്റെ പ്രസാദം എത്ര വലുതാണെന്ന് ഇന്ന് പകൽ ഞാൻ നിങ്ങൾ തിരിച്ചറിയണം. Because the prison cell is so dark, we need to understand that God was so favored on him to shine light into that cell. അവൻ ഫിസിക്കലായിട്ടുള്ള അവന്റെ കണ്ണുകൾ അടയപ്പെട്ടതാണെങ്കിലും അവന്റെ ആന്തരിക ദൃഷ്ടി പ്രകാശിപ്പാനായിട്ട് ഇടയായി Even though തീർന്നു. his physical eyes were closed, the eyes of his heart was open. അവന്റെ രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് അവന്റെ ഹൃദയ ദൃഷ്ടി പ്രകാശിപ്പാനായിട്ട് ഇടയായി തീർന്നു. The next thing we see is the eyes of his heart were open. പുറക്കണ്ണുകൾ അടഞ്ഞതാണെങ്കിലും അകക്കണ്ണ് തുറക്കുവാനായിട്ട് ഇടയായി Even though തീർന്നു. the physical eyes were closed, the എന്താ eyes of the heart open. എന്താ എൻ്റെ ജീവിതത്തിലെ സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്താ എൻ്റെ ജീവിതത്തിനകത്തെ വിടുതൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പുറത്തുള്ള മനുഷ്യർക്ക് ഒരു പക്ഷേ എന്നെ തിരിച്ചറിയാൻ പറ്റുന്നില്ലെങ്കിലും എന്നെ കാണുന്നവന് ഉയരത്തിലുള്ളിടത്തോളം കാലം എൻ്റെ അകക്കണ്ണുകളാൽ അതെനിക്ക് അനുഭവിച്ചറിയാനായിട്ട് സാധിക്കും. പ്രതികൂലം എന്നെ തകർക്കത്തില്ല, പ്രതിസന്ധി എന്നെ തകർക്കത്തില്ല, കാരാഗ്രഹം എന്നെ അവസാനിപ്പിക്കത്തില്ല. കാരാഗ്രഹത്തിന്റെ പുറത്ത് എന്നോടുള്ള ഒരു വാഗ്ദത്തത്തിന്റെ നിവർത്തി വീണ്ടും നിൽക്കുന്നിടത്തോളം കാലം ഈ ഇരുളടകൾക്കകത്ത് വെച്ച് തീരാനുള്ളതല്ല എൻ്റെ ജീവിതമെന്ന് അവനൊരു ബോധ്യം വന്നിട്ടുണ്ടെങ്കിൽ, Amen. If he has a realization that the prison can hold him, the guards can hold him, because he knows there are promises for him that has to happen even after, outside of this prison. വിടുവിക്കുവാൻ അധികാരമുള്ളവൻ പുറത്തുള്ളപ്പോൾ, വിടുവിക്കുവാൻ അധികാരമുള്ളവൻ എൻ്റെ മേൽ ഉയരത്തിലുള്ളിടത്തോളം കാലം എനിക്ക് വേണ്ടി പരിധി വെച്ച് നാളെയുടെ ദിവസം എനിക്ക് വേണ്ടി വിധി എഴുതി നിൽക്കുന്ന ഹെരോദാവേ, യഹൂദ ജനമേ, നിന്റെ സകല പ്രതീക്ഷയിൽ നിന്നും അത്ഭുതത്തെ കൊണ്ടുവന്ന് എന്നെ വിടുവിപ്പാൻ എൻ്റെ ദൈവശക്തനാണെന്നൊരു ഉറപ്പ് അവൻ്റെ മേലുണ്ടെങ്കിൽ ഇന്ന് പകൽ ദൈവജനത്തോട് ആത്മാവ് ഞാൻ വിളിച്ചു പറയുന്നു, നിങ്ങളുടെ ജീവിതത്തിനകത്ത് നാളെയുടെ ദിവസം ദുഷ്കളമാണെന്ന് പിശാച് നിങ്ങളോട് വാദിക്കുന്നെങ്കിൽ, പിശാച് നിങ്ങളോട് പറയുകയാണ് നാളത്തെ ദിവസം നിനക്കുള്ളതല്ലെന്ന് പറഞ്ഞിട്ട് നിന്നെ വിധി എഴുതി മാറ്റി വെച്ചിരിക്കുന്ന പല വിഷയങ്ങളുടെ നടുവിലും ആത്മാവ് വിളിച്ചു പറയാൻ പറ്റുന്നൊരു കാര്യമുണ്ട്. അത്ഭുതത്തിന്റെ ഒരു ഹൃദയ ദൃഷ്ടി ഇന്ന് പകലിൽ പ്രകാശിക്കുമ്പോഴോ കാലം നാളെയുടെ ദിവസം ആ ദൈവിക ദർശനത്താൽ കാണാൻ പറ്റുമെങ്കിൽ നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ ആത്മാവ് നിന്നെ സഹായിക്കുമെന്ന്, പ്രാർത്ഥനയ്ക്ക് കഴിയുമെന്ന് ഉറച്ചു വിശ്വസിക്കുവാൻ എത്ര പേർക്ക് സാധിക്കും? When we have a God who can work miracles on our life, we can tell Herod, we can tell the devil, tomorrow is not for you, as long as he has his promises for me. എലീശ ഒരിക്കൽ പ്രാർത്ഥിച്ചു, കർത്താവേ, ഇവൻ കാണത്തക്കവണ്ണം എൻ്റെ ദൃഷ്ടി ഒന്ന് പ്രകാശിപ്പിക്കണമേ. അവൻ കണ്ട ദർശനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഗ്നിമയമായ രഥങ്ങളും കുതിരകളും മല നിറഞ്ഞു നിൽക്കുന്ന ഒരു കാഴ്ച ബാല്യക്കാരൻ കണ്ടിട്ടുണ്ടെങ്കിൽ, ദൈവജനമേ, പ്രാർത്ഥിക്കുന്നവൻ്റെ മുന്നിൽ അത്ഭുതങ്ങളെ കാണിപ്പാൻ ദൈവശക്തനാണ്. വാക്തത്വം നിന്റെ മേലുണ്ടെങ്കിൽ, ദൈവ സാന്നിധ്യം നിന്റെ മേലുണ്ടെങ്കിൽ, പ്രാർത്ഥനയുടെ കഴിവിനാൽ അസാധ്യ മണ്ഡലങ്ങളെ സാധ്യമാക്കി തീർക്കുന്ന ആത്മീക ദർശനങ്ങളെ എനിക്ക് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഇരുളടഞ്ഞ ഒരു അന്ധകാരത്തിനകത്തല്ല നീ നിൽക്കുന്നത്. ഇരുളടഞ്ഞ അന്ധകാരത്തിന്റെ നടുവിലേക്ക് പ്രകാശത്തെ കൊണ്ടുവരുമ്പോൾ നിന്റെ ഹൃദയ
ഹൃദയത്തെ പ്രകാശിപ്പിക്കുന്ന, ഹൃദയ ദൃഷ്ടികളെ തുറക്കുന്ന ആത്മസാന്നിധ്യമാണെന്ന് ഇന്ന് പകൽ ഞാൻ നിങ്ങൾ വിശ്വസിപ്പാനായിട്ട് ഇടയായി Just like how Elisha prayed for his servant for his eyes to be open, he saw chariots of fire on the mountainside. Dear children of God, you need to ask God to open the eyes of your heart to see what he has in store for you. ദൂതൻ വന്നിട്ട് മിഡിലിൽ നിൽക്കുകയല്ല, കാരാഗ്രഹത്തിന്റെ നടുവിൽ നിൽക്കുകയല്ല, അവൻ വന്ന് അവന്റെ വിലാപ്പുറത്ത് തട്ടുവാനായിട്ട് ഇടയായി തീർന്നു. We can see that the angels not stopped in the middle of the prison, is coming to his side and shaking him up. നീ ഒരുവന്റെ മേൽ പ്രാർത്ഥിക്കുമ്പോൾ, നീ ഒരുവന് വേണ്ടി സമയം ചെലവഴിക്കുമ്പോൾ, നീ അവനെ ദൈവകരത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ, ദൈവത്തിന്റെ സാന്നിധ്യം പോകുന്നത് അവൻ നിൽക്കുന്ന പ്രശ്നത്തിന്റെ നടുവിൽ, അവൻ നിൽക്കുന്ന സ്ഥലത്തിറങ്ങി വന്ന് അവനെ വ്യക്തിപരമായി കംഫോർട്ട് ചെയ്യുന്നതാ ദൈവ സാന്നിധ്യം എന്ന് പറയുന്നത്. When you pray for someone, when you bring somebody in prayer in front of the Lord, it's not the Spirit will go to him and bring him into a submission to God's presence. എന്താ ദൂത നീ പത്രോസിനെ തട്ടിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൂതന് പറയാനായിട്ട് സാധിക്കുന്ന ഒരു കാര്യമുണ്ട്. അവൻ ഉറങ്ങുകയാണെങ്കിലും അവൻ്റെ ഉള്ളിലെ പെയിൻ എനിക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും. നാളെയുടെ ദിവസം മരണം മുഴക്കിയിരിക്കുന്ന പൈശാചിക മണ്ഡലത്തിൻ്റെ മുന്നിൽ തകർന്നിരിക്കുമ്പോൾ അവനെ ധൈര്യപ്പെടുത്തുന്ന ഒരു ദൂതൻ്റെ സാന്നിധ്യം എത്ര പേർക്ക് ഇന്ന് പകലിൽ അനുഭവിച്ചറിയാനായിട്ട് സാധിക്കും. If you ask the angel, why did you strike Peter on the side? He'll say that I know the pain that he's going through, so I need to shake him up. നിന്റെ വേദന കാണുന്ന, നിന്റെ ജീവിതത്തിൻ്റെ സാഹചര്യത്തെ കാണുന്ന, നിന്റെ തകർച്ച കാണുന്ന, നിന്റെ ബന്ധനം കാണുന്ന, നിനക്ക് പുറത്ത് വരുവാൻ സാധ്യതയില്ലെന്ന് നിന്റെ ഉള്ളിനകത്ത് നീ വിചാരിച്ചുകൊണ്ടിരിക്കുന്ന നിന്റെ വിചാരത്തെ കാണുന്ന ആ പൈശാചിക മണ്ഡലത്തിന്റെ നടുവിൽ ദൂതൻ വന്നിട്ട് വ്യക്തിപരമായി നിന്നെ തട്ടി ഉണർത്തിയിട്ട് പറയുകയാണ്, നിനക്കുമേൽ ഒരു ദൈവത്തിന്റെ വിടുതലിന്റെ ശബ്ദമുണ്ട്. When you see circumstances where you have no hope, that angel will come and strike your side and say, it's time to wake up. അവിടെ പറയുന്നത് നീ വേഗത്തിൽ എഴുന്നേൽക്കുക. It's dress yourself and put on yourself, get up quickly. There is an urgency and purpose in your life. നിന്റെ ജീവിതത്തിനകത്ത് ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ട്. ദൈവത്തിന് നിന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു പദ്ധതി ഉണ്ടെന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് പകലിൽ വിളിക്കുമ്പോൾ, നിങ്ങളുടെ മുന്നിലുള്ള പരാജയങ്ങളെ നോക്കിയിട്ട്, വേദനകളെ നോക്കിയിട്ട്, കഷ്ടതകളെ നോക്കിയിട്ട്, നിരാശകളെ നോക്കിയിട്ട്, തകർച്ചകളെ കൊണ്ട് തകർന്നു പോകുകയല്ല, നിന്റെ മേലെ ഒരു അത്ഭുതത്തെ സൃഷ്ടിപ്പാൻ ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവിന് പദ്ധതി ഉണ്ടെന്ന് എത്ര പേർക്ക് വിശ്വസിപ്പാനായിട്ട് If you can ഇടയായിത്തീരും. believe that the Holy Spirit has a purpose in your life, you can look at all destruction and hardships and troubles in your life, but you need to believe the Holy Spirit has a purpose for you. പത്രോസ്, നിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? You know, what is your biggest problem, Peter? എന്റെ കൈകൾ ബന്ധിച്ചിരിക്കുകയാണ്. പക്ഷെ ദൂതന്റെ hands are chained. സാന്നിധ്യത്തിന് നിന്നെ മേൽ ബന്ധിച്ചിരിക്കുന്ന ബന്ധനത്തെ പൊട്ടിക്കുവാൻ കഴിവുണ്ടെന്ന് ഇന്ന് പകലും ഞാൻ നിങ്ങളെ You need to വിശ്വസിക്കുന്നു. realize that the angel has the power to break those chains from your hands. അത് നിന്റെ ഹൃദയത്തിന്റെ ഭാരമാകാം, That could be the burden of your heart. നിന്നെ അലട്ടുന്ന It പ്രശ്നമാകാം, could be a trouble that's bothering you. നാളെയുടെ ദിവസത്തിലെ ആവലാതികളാകാം. The thoughts of tomorrow. എന്ത് ബന്ധനമാ നിങ്ങൾക്ക് വ്യക്തിപരമായി Whatever is the തിരിച്ചറിയാനായിട്ട് chains, you സാധിക്കും. know it's personally, you പക്ഷേ know it what it is. ആ ബന്ധനമാണ് നാളെയുടെ ദിവസങ്ങളിൽ പുറത്തേക്ക് ഇറങ്ങാൻ വഴിയാതെ വണ്ണം നിന്നെ നിലനിർത്തിച്ച് പിശാചിന്റെ പദ്ധതിക്ക് ആക്കി വെച്ചിരിക്കുന്നതെന്ന് ദൂതൻ അത് മറിഞ്ഞിട്ട് അവന്റെ ചങ്ങലകൾ താണെ താണെ വീഴുവാനായിട്ട് ഇടയായി തീർന്നു. But the angel will realize that for you to face the tomorrow, those chains will break open from your hands. മൂന്നാമത്തെ ചിന്തയിലേക്ക് ഞാൻ വേഗത്തിൽ കടന്നു വരട്ടെ. അതിന്റെ 8-ാം വാക്യം ഒന്ന് വായിക്കാമോ? Read verses 8. ദൂതൻ അവനോട് അരകെട്ടി ചെരുപ്പ് ഇട്ട് മുതുക്കുക എന്ന് പറഞ്ഞു. അവൻ അങ്ങനെ ചെയ്തു. നിന്റെ വസ്ത്രം പുതച്ച് എന്റെ പിന്നാലെ വരിക എന്ന് പറഞ്ഞു. 4 കാര്യങ്ങൾ അവിടെ കാണാനായിട്ട് സാധിക്കുന്നു. You see 4 ഒന്ന്, things here? We can see 4 things here. ഒന്ന്, നീ അരകെട്ടുക. എന്താ അവിടെ പറഞ്ഞിരിക്കുന്നത്? യു ഹാവ് എ പേഴ്സണൽ റെസ്പോൺസിബിലിറ്റി. നിന്റെ മുന്നേ ദൂതൻ ഇറങ്ങി വരുമ്പോൾ, പ്രാർത്ഥനയുടെ സാന്നിധ്യം വെളിപ്പെട്ട് വരുമ്പോൾ, നീ നിന്നെ തന്നെ ദൈവസന്നിധിയിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ, നീ ദൈവസന്നിധിയിൽ നിന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തിട്ട് നാളെയുടെ ദിവസം മുന്നിൽ നിൽക്കുന്ന പ്രതിസന്ധികളെ ഓവർകം ചെയ്യാനുള്ള കൃപയ്ക്ക് വേണ്ടി നിന്നെ തയ്യാറെടുത്ത് കഴിയുമ്പോൾ നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ ദൂതന് സാധിക്കുമെന്ന് ബോധ്യപ്പെടുത്തുന്ന ഒരു ദൂതന്റെ സാന്നിധ്യത്തെ കാണാനായിട്ട് We സാധിക്കും. can see the presence of an angel who tells Peter to dress himself up, and that is showing to prepare you for tomorrow. You will get a right direction. I mean, he'll give you the right direction. അതല്ലേ നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അവനോട് പറയുന്നു, നീ ചെരുപ്പിടുക, കാരണം നിന്റെ മുന്നിൽ ഒരു യാത്രയുണ്ട്. Because he said, "There, put on your sandals, because there's a journey in front of you." വഴിയടഞ്ഞവൻ, മരണത്തെ കാത്തിരിക്കുന്നവൻ, പുറത്തിറങ്ങുവാൻ സാധ്യതയില്ലാത്തവനോട് പറയുകയാണ്, നിന്റെ മുന്നിൽ ഒരു യാത്രയുണ്ട്. I mean, to somebody whose ways are closed and he's waiting for his death, to him the angel says, "There's a journey in front of you." എത്ര പേർക്ക് അത് വിശ്വസിക്കാനായിട്ട് How many of you സാധിക്കും? can believe that? പിശാച് നിന്നോട് പറയും, നിന്റെ ഈ ജീവിതം അവസാനിച്ചു. The devil will say your life is ended. നാളത്തെ ദിവസം നിന്റെ അവസാനമാണ്. Tomorrow is your end. നാളെ നീ പുറത്തിറങ്ങത്തില്ല. You won't come out tomorrow. ഇവിടെ കൊണ്ടെല്ലാം വിധി എഴുതി വെച്ചിരിക്കുന്ന പൈശാചിക മണ്ഡലത്തിന്റെ മേൽ By today, everything will be done in that realm of evil spirit that's working. ആത്മാവ് നിന്നോട് പറയുക, നീ ചെരുപ്പിടുക. The spirit is saying you put on your sandals. നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ ദൈവത്തിന് പദ്ധതി ഉണ്ടെന്ന് God has a plan to bring you out. Hallelujah. How many of you believe that?
അവിടെ പറയുന്നത് മൂന്നാമത് പറഞ്ഞിരിക്കുന്നത് നീ പുതപ്പെടുക എൻ്റെ പിന്നാലെ വരിക. You say, you put on your sandals, and he said to wrap your cloak around you and follow me. എന്തായി പുതപ്പെടുക എന്ന് നാം മനസ്സിലാക്കുമ്പോൾ What is a cloak? നിന്റെ മേലെ ഒരു ഐഡന്റിറ്റി ഉണ്ടായിരുന്നു. You had an identity. രാജാവ് രാജകീയ വസ്ത്രം എടുക്കും, പുരോഹിതൻ പുരോഹിത വസ്ത്രം ധരിക്കും. വസ്ത്രത്തിന്റെ പ്രത്യേകതകൾ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും There are കാണാനായിട്ട് royal സാധിക്കും. robes, there are priestly robes. We can see the importance of that in the Old Testament. പിശാച് നിന്റെ ഐഡന്റിറ്റിയെ കളഞ്ഞ് Devil will take your identity away from you. ഇന്ന് നീ ഒന്നുമല്ലാത്തവനാക്കി വെച്ചിരിക്കുന്ന ഒരു സാഹചര്യം The way മുന്നേ that കാണാം. you're naked today. നീ കാരാഗ്രഹത്തിനകത്ത് കിടക്കുമ്പോൾ When you're in the prison, പത്രോസേ നീ ദൈവത്തോടൊപ്പം നടന്നത് മറന്നു, ദൈവം തന്ന ശുശ്രൂഷ മറന്നു, ദൈവത്തിനോടുള്ള ദൈവിക ബന്ധങ്ങൾ ഒരു പക്ഷെങ്കിൽ നീ പലപ്പോഴും ചോദ്യചിഹ്നമായിട്ട് നിന്റെ ഉള്ളിനകത്തേക്ക് കടന്നു വന്നെങ്കിലും ദൂതൻ അത് ഓർപ്പിച്ചു, നീ പുതപ്പിട്ടെന്റെ പിന്നാലെ വരിക. Peter, even though you forgot your relationship with God and you're cold and you're tired, the angel's reminding you to put your cloak on and follow him. നിന്റെ മേലെ ഒരു റൈറ്റ് ഡയറക്ഷൻ ഇന്നുണ്ടെന്ന് എത്ര പേർക്ക് How many of വിശ്വസിക്കാനായിട്ട് you can believe that there is a right direction compass in your life? നീ എപ്പം റൈറ്റ് ഡയറക്ഷനിൽ നിന്ന് മാറിപ്പോകുമ്പോൾ, When you move away from that direction, നിന്റെ വിളിയിൽ നിന്ന് നീ you move മാറിപ്പോകുമ്പോൾ, away from your calling, നിന്റെ മേലുള്ള റെസ്പോൺസിബിലിറ്റിയിൽ നിന്ന് നീ when you മാറിപ്പോകുമ്പോൾ, move away from the responsibility you have, ചില സമയത്ത് ചില സാഹചര്യങ്ങൾ നമ്മളെ ഓർമ്മപ്പെടുത്തും. some circumstances will remind us of sometimes. ഇവിടം കൊണ്ട് തീർന്നില്ല, ഇനിയും നിന്റെ മുന്നിൽ ഒരു There is യാത്രയുണ്ട്. a journey in front of you. അവിടെ More. പറഞ്ഞ ദൂതന്റെ വാക്കുകൾ എന്നെ വല്ലാതെ ചിന്തിപ്പിച്ചു. The words of the angels made me think a lot. നീ എന്റെ പുറകെ വരിക, Follow പിന്നാലെ me. വരിക. Follow me. നിന്റെ മുന്നിൽ നിൽക്കുന്ന വാതിലുകളെ തുറക്കുവാൻ, I will open doors in front of you. നിന്റെ മുന്നിൽ നിൽക്കുന്ന കാവൽക്കാരെ തടഞ്ഞു മാറ്റുവാൻ, To move the guards in front of you. വാളും കുന്തവുമായി നിൽക്കുന്ന കാവൽക്കാരുടെ മുന്നിൽ നിന്നും In front of the guards who have swords, and സുരക്ഷിതമായി നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ to bring you safely out. ദൂതന് സാധിക്കുമെന്ന് ബോധ്യപ്പെടുത്തിയതാണെങ്കിൽ If the angel made him understand, എത്ര പേർക്ക് ആത്മാർത്ഥമായി ഇന്ന് പകൽ വിശ്വസിക്കാനായിട്ട് how many of സാധിക്കും? you can sincerely believe എന്റെ മുന്നിൽ നിൽക്കുന്ന പ്രതിസന്ധി എന്നെ തകർക്കത്തില്ല, the trouble in front of you will not destroy me? നിരായുധനായി അകത്ത് കിടക്കുന്ന എന്നെ ആയുധം വഹിച്ചു നിൽക്കുന്ന ശത്രുവിന്റെ മുന്നിൽ നിന്നും പുറത്തു കൊണ്ടുവരുവാൻ ദൂതന് സാധിക്കുമെങ്കിൽ എന്റെ മേലുള്ള പ്രാർത്ഥനയുടെ കവചം എത്ര വലുതാണെന്ന് ആത്മാവി ദൈവജനം വിശ്വസിപ്പാനായിട്ട് You need to ഇടയായിത്തീരണം. believe and trust that you'll be clothed with his armor and will be brought out of your prison. അതിന്റെ നാലാമത്തെ ചിന്തയിലേക്ക് ഞാൻ വേഗത്തിൽ കടന്നു വരട്ടെ. അതിന്റെ 9-ാം വാക്യം ഒന്ന് വായിക്കാമോ? Verses 9. അവൻ പിന്നാലെ ചെന്നു. ദൂതൻ മുഖാന്തരം സംഭവിച്ചത് വാസ്തവമെന്ന് അറിയാതെ താൻ ഒരു ദർശനം കാണുന്നുവെന്ന് നിരൂപിച്ചു. അവർ രണ്ടാം കാവലും രണ്ടാമത്തേതും കടന്ന് പട്ടണത്തിലേക്കുള്ള ഇരുമ്പുവാതിക്കലെത്തി. അത് അവർക്ക് താനേ തുറന്നു. നോക്കിയേ, അവിടെ അലട്ടുന്ന പ്രശ്നങ്ങൾ, ദ പ്രെയർ ക്യാൻ ബ്രേക്ക് യുവർ ബോണ്ടേജ്. നിന്റെ ജീവിതത്തിനകത്തുള്ള കെട്ടിയിരിക്കുന്ന കെട്ടലുകളെ, അതിനകത്ത് അടഞ്ഞിരിക്കുന്ന ബോണ്ടേജുകളെ, നിന്നെ ബന്ധിച്ചു വച്ചിരിക്കുന്ന ബന്ധനാവസ്ഥകളെ പൊട്ടിക്കുവാൻ പരിശുദ്ധാത്മാവിന് സാധിക്കുമെന്ന് ആത്മാവി ദൈവജനത്തോട് ഞാൻ വിളിച്ചു പറയുന്നു. I'm telling the children of God here in the spirit that there is a power in your prayer that can bring your bondages out. നമ്മൾ ആദ്യം തുടക്കത്തിൽ ചിന്തിച്ചല്ലോ, 4 വിധത്തിലുള്ള ബന്ധനങ്ങളിലായിരുന്നു അവൻ അകപ്പെട്ടിരുന്നത്. We saw there 4 types of bondages that he was in the 1, beginning. അവൻ He was കാരാഗ്രഹത്തിലായിരുന്നു. in the prison. 2, അവന്റെ കൈകാലുകൾ ബന്ധിച്ചിരുന്നു. His hands and his foot were 3, chained. കാവൽക്കാർ അവന് കാവൽ നിന്നിരുന്നു. There were guards guarding him. അതിന്റെ ചുറ്റും അവന് ഗേറ്റുകൾക്കകത്ത് പുറത്തു വരുവാൻ കഴിയാതെ ആ സ്ഥലത്തെ ബന്ധിക്കപ്പെട്ടിരുന്നു. There were a lot of gates around him. ഇന്ന് പകലിൽ ആത്മാവ് നമ്മളോട് വിളിച്ചു Today പറയുന്നത്, morning the Spirit is telling dear church, prayer can break your bondage. hallelujah, നിന്റെ amen. മുന്നിൽ നിൽക്കുന്ന തടസ്സങ്ങളെ, All the troubles in front of you, ഒന്ന് കാരാഗ്രഹത്തിനകത്ത് നീ അന്ധകാരത്തിൽ ഇരിക്കുമ്പോൾ the darkness in your cell, ആ അന്ധകാരത്തിൽ നിന്ന് നിന്റെ ഉള്ളിൽ പ്രകാശം തന്നിട്ട് ദൈവത്തിന് പുറത്തു കൊണ്ടുവരാൻ God പറ്റും. will bring you out by shining a light in your heart. നിന്റെ കൈകാലുകൾ ബന്ധിക്കപ്പെട്ടവനായി ചങ്ങലകൾക്കകത്ത് നിൽക്കുമ്പോൾ ചങ്ങലകൾ താഴെ വീഴുവാനായിട്ട് ദൈവം കൃപ ചെയ്യും. Your hands and your feet are chained. It will by itself drop and you'll come out of there. കാവൽക്കാർ ആയുധധാരികളായി മുന്നിൽ നിൽക്കുമ്പോൾ, പട്ടാളക്കാർ ആയുധധാരികളായി മുന്നിൽ നിൽക്കുമ്പോൾ, When there are armed guards in front of you, നിരായുധനായിട്ട് നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ ദൈവത്തിന് സാധിക്കും. God will bring you out without any weapons. ഗേറ്റുകൾ പൂട്ടിയതായിരിക്കും, അതിനകത്ത് ബന്ധോസ് ചെയ്യുന്ന നല്ല രീതിയിലുള്ള ആ ലോക്ക് സിസ്റ്റം കാണുമായിരിക്കും, പക്ഷെ അത് താനേ നിനക്ക് വേണ്ടി തുറക്കുന്ന ഒരു ആത്മാവിന്റെ സാന്നിധ്യമുണ്ടെന്ന് പറയാനായിട്ട് സാധിക്കും. Even though the gates are fortified and locked up and secure, there is a spirit that can open all those gates for you. എത്ര പേർക്ക് ഇന്ന് പകലിൽ ആത്മാർത്ഥമായിട്ട് ഇത് How പറയാനായിട്ട് many of you can സാധിക്കും? sincerely believe that? കർത്താവേ, എന്റെ ഹൃദയം തകർന്നൊരു വേദനയിൽ കൂടി ഞാൻ കടന്നു Lord, പോകുമ്പോൾ my heart is broken and I'm ഞാൻ going through a പ്രാർത്ഥിക്കുന്ന hardship. പ്രാർത്ഥനകൾക്ക് എന്റെ ഉള്ളിനകത്ത് ധൈര്യം തരുവാനായിട്ട് സാധിക്കും. My prayers are strengthening me.
എന്റെ ജീവിതത്തിനകത്ത് ഒരു അത്ഭുതം ഞാൻ പ്രാർത്ഥിക്കുന്നു. I want a miracle in my life, ഒരു Lord. അസാധാരണമായ ദൈവപ്രവൃത്തി ഞാൻ A ആഗ്രഹിക്കുന്നു. supernatural work of the Lord I want. ഒരു വലിയൊരു മിറക്കിൾ എന്റെ ജീവിതത്തിൽ കൊണ്ടുവരാൻ I want to see പ്രാർത്ഥനയ്ക്ക് a സാധിക്കും. miracle in my life, Lord. I can believe കർത്താവേ, my ഞാൻ prayers, നാളുകളായിട്ട് Lord. പ്രാർത്ഥിക്കുന്നുണ്ട്. ഒരു റൈറ്റ് ഡയറക്ഷൻ എനിക്ക് I'm വേണം. praying for a right direction for a lot of ശരിയായിട്ടുള്ള ഒരു days. തീരുമാനമെടുക്കുവാൻ എന്നെ To make the right പ്രാപ്തനാക്കണം. decision, Lord. പക്ഷേ ആത്മാവ് നിങ്ങളോട് പറയുന്നു, But the Spirit of the Lord പ്രാർത്ഥിക്കുന്ന says, നിനക്ക് വേണ്ടി ഒരു റൈറ്റ് ഡയറക്ഷനെ കൊണ്ടുവരുവാൻ Hallelujah. എന്റെ ദൈവശക്തനാണ്. God is enough and powerful to give you a right direction. പ്രാർത്ഥിച്ചിട്ടും മറുപടിയില്ലാത്തൊരു ബന്ധനത്തിലാണ് നീ ഞാനും കിടക്കുന്നെങ്കിൽ, If you're in a bondage that's not going away, praying after praying, ആത്മാവ് ദൈവജനത്തോട് വിളിച്ചു പറയുന്നു, ഈ പകല് വിളിച്ചു പറയുന്നു, hallelujah, the Spirit of God is talking to you. ആ ബന്ധനത്തിൽ നിന്ന് കർത്താവിന് നിന്നെ പുറത്തു That കൊണ്ടുവരാനായിട്ട് God will സാധിക്കും. bring you out of that bondage. എത്ര പേർക്ക് ഇന്ന് പകലിൽ ആത്മാർത്ഥമായിട്ട് How വിശ്വസിക്കാനായിട്ട് many of you can സാധിക്കും? sincerely believe നാം ഒരു that? പക്ഷേ ചില നിമിഷങ്ങൾ ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ, When we pray for a few moments in the Lord's presence, ആരാധനയ്ക്ക് കടന്നു വരുമ്പോൾ, സമയം ചെലവാക്കുമ്പോൾ, when you come to the worship and spend time here, കുടുംബ പ്രാർത്ഥനയിൽ ഇരുന്ന് സമയം when you ചെലവാക്കുമ്പോൾ, spend time in your family prayer, പലപ്പോഴും ഞാനും നിങ്ങൾ ചോദിക്കാറുണ്ട്, എന്തിനു വേണ്ടിയിട്ടാണ് ഈ സമയം സ്പെൻഡ് amen, ചെയ്യുന്നത്? many a times we ask God, why are we spending this time? പക്ഷേ ഈ ഭാഗം വായിച്ചപ്പോൾ ആത്മാവിനോട് വിളിച്ചു പറഞ്ഞൊരു When I read സത്യമുണ്ട്. this passage, the Spirit of God spoke to me honestly and truly. നീ അറിയാതെ നിനക്ക് വേണ്ടി ചലിക്കുന്ന ദൂതന്മാരുടെ And there are സാന്നിധ്യമുണ്ട്. angels working for you with you unknown. അതൊരു പക്ഷേ എന്റെ Hallelujah. കണ്ണുകൊണ്ട് എനിക്ക് കാണാൻ Maybe with പറ്റത്തില്ലെങ്കിൽ, my eyes, I'm not able to see them. എന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ അത് My അനുഭവിച്ചറിയാനായിട്ട് personal സാധിക്കും. life, I can experience it. Hallelujah. നാളെയുടെ മുന്നിൽ വഴി അടച്ചു വെച്ചിരിക്കുന്ന, The doors that are closed in front of me tomorrow, നാളെയുടെ മുന്നിൽ എന്നെ പുറത്തു കൊണ്ടുവരുവാൻ സാധ്യമാകാത്ത, in the way that I can't come out, മരണം മുഴക്കിക്കൊണ്ടിരിക്കുന്ന when death is sounding, അസാധാരണ മണ്ഡലത്തിന്റെ മേൽ in front of that supernatural realm, ഞാൻ അറിയാതെ ഒരു ദൈവ സാന്നിധ്യമായി ദൂതൻ ഇറങ്ങി വരാൻ Amen, God's പറ്റുന്ന, presence will come down in the form of an ചലിപ്പിക്കാൻ angel. സാധിക്കുന്ന, Amen, to make me move, എന്നെ മേൽ ജീവിതത്തിന്റെ പ്രതിസന്ധികളെ തരണം ചെയ്യുവാൻ സാധിക്കുന്ന giving me strength to go through the hardships of life. ആത്മസാന്നിധ്യമാണെന്ന് ആത്മാവ് ഞാൻ വിളിച്ചു I പറയുന്നു. am telling you in the Spirit that it is the presence of the Spirit of the Lord. എത്ര പേർക്ക് ആ സാന്നിധ്യം ഈ പകലിൽ Hallelujah. How many of അനുഭവിച്ചറിയാനായിട്ട് you can സാധിക്കും? experience that presence of the ഉള്ളിനകത്ത് Spirit തട്ടിക്കൊണ്ട്, within your heart, നിരാശകളെ കണ്ടുകൊണ്ട്, seeing your വേദനകളെ sadness, your കണ്ടുകൊണ്ട്, pain? പരിശുദ്ധാത്മാവിൽ എത്ര പേർക്ക് വിളിച്ചു How many of പറയാനായിട്ട് you can tell സാധിക്കും? in the Spirit, ദൂതൻ എന്നെ ഇറങ്ങി വന്നിട്ട് an angel coming down for me എന്റെ പ്രശ്നത്തിന്റെ മേൽ, in front of my trouble, പ്രതികൂലത്തിന്റെ മേൽ, in front of my oppression, സാഹചര്യത്തിന്റെ മേൽ in my circumstance? അനുകൂല ഒരു സാഹചര്യത്തെ ഉളവാക്കുവാൻ He will give me a favorable circumstance. കർത്താവ് സഹായിക്കുമെന്ന് God will do it. ഈ Hallelujah. വചനങ്ങളാൽ കർത്താവ് നിങ്ങളെ God സഹായിക്കട്ടെ. bless you with these words. Hallelujah.